ഇന്നത്തെ നമ്മുടെ വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഡെസ്നി ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ് എന്ന് പറഞ്ഞൊരു സ്ഥാപനമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ വീടിൻ്റെ റിനോവേഷൻ വർക്ക്, പുതിയ പ്ലാൻ വരയ്ക്കാനുള്ളത്, പിന്നെ അല്ലെങ്കിൽ ഇൻറ്റീരിയർ ഡിസൈൻ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ വർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കോൺടാക്ട് ചെയ്യുന്നതാണ്. അഫോർഡബിൾ റേറ്റിലെല്ലാം ചെയ്തു കൊടുക്കുന്നതാണ്. മറക്കണ്ട, ഡെസ്നി ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ്. അതേ കൂടാതെ വെഹിക്കിൾ ഇൻഷുറൻസ് അതെല്ലാം അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ആവശ്യങ്ങളിലും പിന്നെ അല്ലാതെ കുറച്ച് ഡീറ്റെയിൽസ് ഉണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ബ്രോഷർ ഞാൻ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്. അതുകൂടാതെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ഏരിയ പ്രൊവൈഡും ചെയ്യാം. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ആവശ്യം നിങ്ങൾക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പേര് മറക്കണ്ട, ഡെസ്നി ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ്. ഹലോ ഗായ്സ്, എല്ലാ കൂട്ടുകാർക്കും എഡ്യൂടെക്കിറ്റിൻ്റെ പുതിയ ഇതിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നിങ്ങൾ തമ്പനയിൽ കണ്ടിട്ടുണ്ടാവും, നമ്മുടെ കേരളത്തിൽ നേടാൻ കഴിയുന്ന 1-2 ജോബ് നോട്ടിഫിക്കേഷൻ പുതിയ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനാണ് ഈ ഒരു വീഡിയോയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആർക്കെങ്കിലും ഒരാൾക്ക് ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ മാക്സിമം നിങ്ങളും അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ കൂടുതൽ ഞാൻ പറഞ്ഞിങ്ങനെ ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല, നമുക്ക് നേരിട്ട് പോയി ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷനോ അതിൻ്റെ ക്വാളിഫിക്കേഷൻ ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പോയി നോക്കിയിട്ട് വരാം. ആദ്യത്തെ അവസരം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ കേരള ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ കോഴിക്കോട് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലാണ്. അതിലെ ആദ്യത്തെ തസ്തിക അക്കൗണ്ടൻ്റ് എന്നതാണ്. അക്കൗണ്ടൻറ്റിന് ഒരു യോഗ്യതയായിട്ട് പറയുന്നത് ബികോം, ടാലി, അതുകൂടാതെ 3 വർഷത്തെ എക്സ്പീരിയൻസ്, ആ ഒരു മേഖലയിലുള്ള എക്സ്പീരിയൻസും കൂടാതെ ഒരു മലയാളം ടൈപ്പിംഗ്, ഇത് ഇത്രയുമാണ് അതിൻ്റെ ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നത്. രണ്ടാമത്തെ തസ്തിക എന്ന് പറയുമ്പോൾ ഓഫീസ് അറ്റൻഡർ എന്നതാണ്. യോഗ്യതയായിട്ട് അവർ പറയുന്നത് SSLC ആണ്, അഥവാ 10ാം ക്ലാസ്. അവസാന തീയതിയായിട്ട് ഈ ആപ്ലിക്കേഷൻ പറയുന്നത് സെപ്റ്റംബർ 15-ാം തീയതിയും. അയക്കാൻ താല്പര്യമുള്ള കൂട്ടുകാർ താഴെ പറഞ്ഞ മേൽവിലാസത്തിൽ അയക്കേണ്ടതാണ്. എന്തെങ്കിലും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ തന്നിരിക്കുന്ന ആ ഫോൺ നമ്പറിലോ അല്ലെങ്കിൽ ആ ഇമെയിൽ IDയിലോ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ സാധിക്കുന്നതാണ്. അടുത്ത അവസരം എന്ന് പറയുമ്പോൾ നമ്മുടെ കേരള മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റികൾ അഫിലിയേറ്റഡ് ചെയ്തിരിക്കുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള കോളേജുകളിൽ ലാസ്റ്റ് ഗ്രേഡ് സ്റ്റാഫ് അഥവാ ഓഫീസ് അറ്റൻഡൻറ്റ് എന്നീ തസ്തികകളിലേക്കുള്ള നിയമനമാണ്. നമ്മുടെ മാതൃഭാഷയായ മലയാളം എഴുതുവാനും വായിക്കാനുള്ള കഴിവും അതോടൊപ്പം സൈക്കിൾ സവാരി നടത്താനും നിങ്ങൾക്കറിയാമെങ്കിൽ ഈ ഒരു തസ്തികയിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. ആകെ മൊത്തം 18 ഒഴിവുകൾ നികത്താനായിട്ടാണ് ഈ ഒരു ആപ്ലിക്കേഷൻ അവർ ക്ഷണിച്ചിരിക്കുന്നത്. കേരള യൂണിവേഴ്സിറ്റി 9, മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി 9. 18 വയസ്സിനും 36 വയസ്സിനും ഇടയിലുള്ള എല്ലാ കൂട്ടുകാർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഉയർന്ന പ്രായപരിധിയിൽ ഇളവുകൾ ലഭിക്കുന്നുണ്ട്. ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാർക്ക് 250 രൂപയുടെ ഡിമാൻഡ് ഡ്രാഫ്റ്റ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സെക്രട്ടറിയുടെ പേരിൽ തിരുവനന്തപുരത്ത് മാറാൻ കഴിയുന്ന രീതിയിൽ അപേക്ഷയുടെ കൂടെ അയക്കാവുന്നതാണ്. ഈ ഒരു തസ്തികയിലേക്ക് ആപ്ലിക്കേഷൻ അയക്കാൻ താല്പര്യമുള്ള കൂട്ടുകാർ സെപ്റ്റംബർ 18 വൈകുന്നേരം 5 മണിക്ക് മുന്നേ താഴെ തന്നിരിക്കുന്ന മേൽവിലാസത്തിൽ ലഭിക്കത്തക്ക വിധത്തിൽ ആപ്ലിക്കേഷൻ അയക്കേണ്ടതാണ്. നമ്മുടെ കേരളത്തിൽ തന്നെ കരസ്ഥമാക്കാൻ കഴിയുന്ന ജോലിയുടെ വിവരങ്ങൾ അടങ്ങിയ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, മാക്സിമം നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ മറ്റൊരു ദിവസം മറ്റൊരു വ്യത്യസ്തമായിട്ടുള്ള വീഡിയോയുമായിട്ട് വരുന്നവരെ ബൈ ബൈ.